ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്കേർട്ടിന് നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയലും അതിലേക്ക് ലൈനിങ് സാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പിനായിട്ട് ലൈനിങ് ക്രൈപ്പാണ്. പിന്നെ ഇതുപോലൊരു മെറ്റീരിയലും നെറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് അത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് രണ്ടാൾക്കുള്ള മെറ്റീരിയലാണ് അവർ എടുത്തു തന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് അത് കട്ട് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ടോപ്പ് ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടോപ്പിൻ്റെ ലൈനിങ് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്താം. ടോപ്പിന് ലെങ്ത്ത് വേണ്ടത് 10 ഇഞ്ചാണ്. അതിന് 11 ഇഞ്ച് ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, സീം അലവൻസൊക്കെ കൂടെ. എന്നിട്ട് ഇതാ നെക്ക് വിഡ്ത്ത് നമുക്ക് 2 ഇഞ്ചും അതുപോലെ 2 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഷോൾഡറും 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആം ഹോളിന് 4.5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. ചെസ്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതാ തയ്യൽ തുമ്പ നിൽക്കും ഒരു 1.5 ഇഞ്ചോ ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഫ്രണ്ട് വശമാണ്. ഇനി നമുക്ക് ബാക്ക് വശം കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ഇതാ ലൈനിങ് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് വശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് വശം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഈ ഹുക്ക് വെക്കുന്ന ഭാഗം കുറച്ചൊന്ന് ഇതുപോലെ കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ബാക്ക് വശത്തിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യരുത്. ബാക്കിയുള്ളതൊക്കെ ഫ്രണ്ടിൻ്റെ അളവിൽ തന്നെ, ഫ്രണ്ട് ഭാഗത്തിൻ്റെ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. 6 ഇഞ്ചാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ അളവിൽ തന്നെ വിഡ്ത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ വി നെക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് വശത്തിൻ്റെ നെക്ക് വി നെക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ലൈനിങ് തുണി 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ക്രേപ്പ് ഒരെണ്ണം കോട്ടനും വെക്കാം. പക്ഷേ ഒരു മെറ്റീരിയൽ ക്രേപ്പ് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് 2 ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തുണിയിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഇതാ നമ്മൾ ഈ ഒരു നല്ല മെറ്റീരിയൽ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ പൊട്ട വശത്ത് നമ്മൾ ഈ ഒരു ലൈനിങ് തുണി ആദ്യം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് വശം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ബാക്ക് വശം അതിൻ്റെ പൊട്ട വശത്ത് നമ്മൾ ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം.
ഇതാ ഇതുപോലെ ഫ്രണ്ട് വശവും ബാക്ക് വശത്തും നമ്മൾ ഈ ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ടാമത് വെട്ടി വെച്ചിട്ടുള്ള ലൈനിങ് തുണി ഈ ഫ്രണ്ട് വശത്തിൻ്റെ നല്ല ഭാഗത്ത്, ഈ നെറ്റ് മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നെക്കും അതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വശത്തിൻ്റെ പോലെ തന്നെ ബാക്ക് വശവും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും ബാക്ക് വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് വശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കാം. ഓക്കെ. ബാക്ക് വശം നമ്മൾ ആം ഹോളും അതുപോലെ തന്നെ നെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഫ്രണ്ട് വശം ഇതുപോലെ ഒന്ന് ബാക്ക് വശത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്ക് വശത്തിൻ്റെ നല്ല വശം ഒരേപോലെ വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഷോൾഡറൊക്കെ അടിച്ചിട്ട് ബാക്ക് വശം മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ബാക്കിലും ഫ്രണ്ടിലത്തതൊന്ന് ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്ക് വശത്ത് ഹുക്ക് വെക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് വശത്തെ പൊട്ട വശത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് നീളത്തിന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഹുക്കിൻ്റെ ഹോൾ വെക്കുന്ന വശമാണ്. ഇനി നമുക്ക് ഹുക്ക് വെക്കുന്ന ഭാഗം ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഉള്ളിലേക്ക് അതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശം ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടിവശം ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു വള്ളി നമ്മൾ ഈ ടോപ്പിന് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രോക്കിനൊക്കെ വെക്കുന്ന പോലെയുള്ള ഒരു വള്ളിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇനി ടോപ്പിന് ഇവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഹുക്കും കൂടി വെച്ച് കൊടുത്താൽ മതി ടോപ്പിന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ സാറ്റിൻ തുണി 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കോണായി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണം, ലെങ്ത്തും അടയാളപ്പെടുത്തണം. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിനേക്കാളും ഒരു 5 ഇഞ്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് കറക്റ്റ് എത്രയാണ് വേണ്ടത് അതെടുത്തിട്ട് അതിനേക്കാളും ഒരു 5 ഇഞ്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുക, പിന്നെ ലെങ്ത്തും അടയാളപ്പെടുത്തുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ലൈനിങ് സാറ്റിനാണ് വെക്കുന്നത്. അപ്പോൾ കൂടുതൽ ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ഈ ഒരു ലൈനിങ് മാത്രം മതി. ആവശ്യമുള്ളവർക്ക് കോട്ടൻ്റെ ലൈനിങ് അടിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഷിഫ്റ്റ് നെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഈ സാറ്റിൻ മാത്രമേ വെക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇനി നെറ്റ് നമുക്ക് ഇതുപോലെ മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രയാണ് നമ്മൾ ലെങ്ത്ത് വേണ്ടത് അത് നെറ്റിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നെറ്റിൻ്റെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നെറ്റ് ഫ്രില്ല് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ടിനായിട്ട് നമ്മളെടുത്ത് ഈ നെറ്റ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കുക. 2 പീസ് ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കുക. ഇനി നമുക്ക് ലൈനിങ് തുണി ജോയിൻ്റ് ചെയ്തെടുക്കണം. ലൈനിങ് തുണിയുടെ 2 അറ്റങ്ങളും കൂടെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നീളത്തിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഫ്രില്ല് ചെയ്ത് ഓരോ നെറ്റും അതുപോലെ ഈ 2 അറ്റവും കൂടെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലൈനിങ്ങുമ്മേ ഇതുപോലെ ഈ 2 ഫ്രില്ലിട്ട നെറ്റ് പീസും ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിന് ഒരു പടി എലാസ്റ്റിക് വെക്കാനുള്ള പടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് 4 ഇഞ്ച് വീതിയിലുള്ള ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിന് ജോയിൻ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ സ്കേർട്ടിൻ്റെ പൊട്ട വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലാസ്റ്റിൽ ഇവിടെ വെച്ചൊരു തരി ഒന്ന് ഗ്യാപ്പ് കൊടുക്കുക. അതിൽ കൂടെ നമുക്ക് ഈ എലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക് ഇട്ടിട്ട് ലാസ്റ്റ് ജോയിൻ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ആ ഒരു പീസും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക് ഉള്ളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്കേർട്ടിൻ്റെ ലൈനിങ് നമുക്കൊന്ന് അടിവശം ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് പൊന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ക്രേപ്പോ കോട്ടൺ ലൈനിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഷിഫ്റ്റ് നെറ്റ് വെക്കാം. ഇപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് അധികവും വേണ്ടാമെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തൊരു സ്കേർട്ടാണിത്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ബൗവും കൂടി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.